ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയത് എന്തിനു വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ അവരുമായിട്ട് തീർത്തും അകന്നു നിൽക്കുകയെന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇനി ഒരു ഫ്യൂച്ചറിൽ അവരുമായിട്ട് ഒന്നാകാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാകുമോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കണ്ടുമുട്ടിയത് എന്തിനു വേണ്ടിയാണ്. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലോ ഒരു സെപ്പറേഷനിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇനിയൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന രണ്ട് വ്യക്തികളും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു ഡിവൈൻ എനർജിയിലുള്ള വ്യക്തികളാണ് എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളെ ദൈവം ചേർത്ത് വെച്ചിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അപ്പൊ യൂണിവേഴ്സ് ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രണയ ജോഡികൾ തന്നെയാണ് നിങ്ങൾ. അപ്പൊ ഈ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്ക് അങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്രയും ശക്തമായ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ ശരിക്കും മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്ന ടൈമിൽ റിലേഷൻഷിപ്പ് മിസ്യൂസ് ചെയ്തു എന്നാണ് കാണുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ആ ഒരു പരസ്പര സ്നേഹം കൊടുക്കാതിരിക്കുക, ആ ഒരു ഇമോഷണൽ ലോസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ ഒരു ബന്ധത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സാരം. അപ്പൊ ദൈവം ചേർത്ത് വെച്ച് നന്നായി പോകേണ്ടിയിരുന്ന ഒരു റിലേഷൻഷിപ്പ് മോശപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അതിൽ ചിലപ്പോൾ രണ്ടുപേർക്കും പങ്കുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ ഒരാളായിരിക്കാം ഇതിന് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക, അല്ല മുന്നിട്ട് നിന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പഴയ ലൈഫിൽ നിങ്ങളായിട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ, അതിന്റെ തീരാത്ത ഒരു കർമ്മ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ജന്മത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു ലൈഫിൽ കണ്ടുമുട്ടിയതും. ഒരു പക്ഷേ നമ്മളുടെ ലൈഫിൽ 2-3 നിയോഗങ്ങളൊക്കെ ഉണ്ടാകാം. ചിലവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമായിരിക്കാം ഉണ്ടാവുക. അപ്പം ഓരോരുത്തരും ഇറ്റ്സ് ഡിപ്പെൻസ്, ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിരിക്കാം. അപ്പം ഓരോരുത്തരുടെ പാസ്റ്റ് ലൈഫ് അനുസരിച്ചായിരിക്കാം നിയോഗങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ നിയോഗം എന്ന് പറഞ്ഞാൽ ആ ഒരു പാസ്റ്റ് ലൈഫിൽ ചെയ്തു പോയ തെറ്റുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിവൈൻ പവറിനോട് കാണിച്ച തെറ്റ്, അതിന്റെ ഒരു ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതായത് വീണ്ടും ഈ ഒരു ലൈഫിൽ നിങ്ങളെ കണ്ടുമുട്ടാനും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നതുമൊക്കെ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഇതുവഴി നിങ്ങൾക്ക് എത്തിയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതാണ്. അതായത് നമുക്കിവിടെ മനസ്സിലാകുന്നത്, ഇതുപോലെ പരസ്പരം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ഇനി ഇതിനു പകരം മറ്റൊരാളില്ല എന്ന് കരുതി സ്നേഹിച്ച രണ്ട് വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളില്ലാതെ പറ്റില്ല. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഇങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ആളുകളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളില്ലാതെ പറ്റില്ല എന്ന രീതിയിൽ ഭയങ്കര ഡീപ്പായിട്ടൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെയല്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കാരണം ഇത്തരം ആളുകൾക്കുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോൾ രണ്ടുപേരും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, രണ്ടുപേർക്കും പരസ്പരം പകരം വെക്കാൻ മറ്റാരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ റിലേഷൻഷിപ്പിൽ? എങ്കിൽ ഈ റീഡിങ് നിങ്ങളുടേതാണ്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ദൈവം നിങ്ങൾക്ക് നൽകിയ ആ ഒരു സ്നേഹം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കരുതൽ, ഇതൊക്കെ തന്നിട്ടുള്ളത് ദൈവമായിട്ട് തന്നെയാണ് ഇവർ വഴി നിങ്ങൾക്ക് ഇതൊക്കെ തന്നിട്ടുള്ളത്. ഇവര് നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് വേണം നിങ്ങൾ പലതും
പഠിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ്, അതായത് നിങ്ങൾ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും സ്നേഹം തന്ന് നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ടു നടന്നിരുന്ന വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു നമ്മൾ ടവർ കാർഡിൽ കാണുന്നത് പോലെ മൊത്തം ഡിസ്ട്രോയ് ആയി പോയൊരവസ്ഥ, ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയി പോയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് അത്രയും സ്നേഹം തന്ന് ഇനി എനിക്ക് ഇതിന് പകരം ആരുമില്ല, എൻ്റെ ലൈഫിൽ ഇനി ആരും വരാനില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആരും വേണ്ട എന്ന് നിങ്ങൾ ചിന്തിച്ചെടുത്ത് നിന്നാണ് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് കിട്ടിയതെല്ലാം ഒരു ദിവസം ഇല്ലാതാകുമ്പോൾ എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്, നമുക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അത്രയും ഒരു കെയർ, പരിഗണന നമ്മളോട് ചിലപ്പോൾ എവിടെ പോകുമ്പോഴും പറഞ്ഞിട്ടൊക്കെ പോരുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളില്ലാതെ അവർക്കൊരു ലോകമില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ആളായിരിക്കാം. അപ്പൊ അങ്ങനെ പലപ്പോഴും ഒക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര, നിങ്ങൾ ഇതിൽ ഭയങ്കര ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് അത്രയും നമ്മളെ അതിലേക്ക് അവരെ ആകർഷിച്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പിലേക്കും അവരിലേക്കും. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് പെട്ടെന്ന് ഒരു ദിവസം ഇവർ പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻസെക്യൂരിറ്റി പെട്ടെന്ന് നമ്മളിലേക്ക് വലിയൊരു വനത്തിനുള്ള ഒരു ഫോറസ്റ്റിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ അവസ്ഥയിൽ ആയതുപോലെ നിങ്ങളുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഇനി എന്താ ചെയ്യുക, ഇനിയിപ്പോ മുന്നോട്ട് കാണുന്ന വഴിയിലേക്ക് നടക്കാം എന്ന രീതിയിൽ നിങ്ങൾ ലാസ്റ്റ് തീരുമാനിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇവിടെയുള്ള വ്യക്തികളൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് എന്നാണ് കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ എത്തിച്ചേരേണ്ടത് ഒരു വഴി തന്നെയാണ്, നിങ്ങളുടെ ഒരു നിയോഗമാണിത്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തു പോയ ആ ഒരു ബാഡ് കർമ്മയുടെ ഫലമാണ് നിങ്ങൾക്ക് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇൻസെക്യൂരിറ്റീസ്, ഒരു ഡാമേജ്, വളരെയധികം ഒരു നിങ്ങൾക്ക് മനസ്സിന്റെ ഒരു തകർച്ച, ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ നിങ്ങൾ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അതുപോലെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം പൂരകങ്ങളായിട്ടുള്ള വ്യക്തികളാണ്. അതായത് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അങ്ങനെ പരസ്പരം ഒന്നിച്ചു ചേരേണ്ട വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ ഒരു വേർപെടലും ഇവിടെ നടക്കേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിലും ഇതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കപ്പിലേക്ക് അല്ലെങ്കിൽ വിട്ടിട്ട് പോയിട്ടുണ്ടാകും. അപ്പൊ ആ കഴിഞ്ഞ ജന്മത്തിൽ ആരാണോ ഇതിലൊരു കൂടുതൽ പെയിൻ അനുഭവിച്ചത്, ആ ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു ലൈഫിൽ ആ ഒരു പെയിൻ മറ്റേ ആൾക്ക് കൊടുക്കുക. അതാണ് ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിവിടെ കൂടുതൽ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അവിടെ പാസ്റ്റിൽ കുറച്ച് കർമാസ് നിങ്ങളുടെ ഭാഗത്ത് ബാക്കിയുണ്ട്, അത് നിങ്ങൾ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. അതാണ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മജീഷ്യൻ കാർഡ് കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ പ്രണയത്തിന്റെ ഒരു തുടക്കത്തിൽ എല്ലാം നിങ്ങൾക്കുണ്ട്. ശരിക്കും ഒരു സ്വർഗത്തിൽ എത്തിയതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അത്രയ്ക്ക് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ എൻജോയ് ചെയ്ത് എല്ലാം ഉണ്ട്, ഇനി ഒന്നും വേണ്ട ഇതിലേക്ക് ഇനി ഒന്നും വേണ്ട എനിക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നിങ്ങൾ ഈ ഒരു ടവറിന്റെ തകർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലുള്ള ഒരാൾക്ക് രണ്ട് വഴികളുണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അവരതിൽ ഒന്ന് സെലക്ട് ചെയ്ത്, അല്ല ബെറ്റർ ആയിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് പോയതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മറ്റേ പേഴ്സൺ പോയിട്ടുള്ളത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതായത് ഇപ്പൊ റീഡിങ് കാണുന്ന വ്യക്തിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു ലൈഫിൽ നിങ്ങളിൽ നിന്ന് വിട്ടു പോയിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. അതേപോലെ നിങ്ങൾ ഇതിനു വേണ്ടി മാക്സിമം പൊരുതി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങളെ കൊണ്ട് എടുക്കാൻ സാധിക്കുന്നതിനേക്കാൾ മാക്സിമം ഡിഫെൻസ് ചെയ്ത് നിങ്ങൾ നിന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒട്ടും വേണ്ടപ്പെട്ടവർ, ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തവരോട് പോലും നിങ്ങൾ പൊരുതി നിന്നിട്ടുണ്ട്. ആ ഒരു കാർഡാണ് നമുക്ക് 7 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവിടെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെത്ത് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എല്ലാ റിലേഷനും എൻഡ് ആയി എന്നാണ്, ഡെത്ത് ആയി എന്നാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അങ്ങനെയുള്ളവരെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അവരുടെ ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ സിറ്റുവേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. തീർത്തും രണ്ട് അന്യ വ്യക്തികളായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ മാറിയിരിക്കുന്നത്.
ഒരു കാലത്ത് എല്ലാമായിരുന്ന രണ്ട് വ്യക്തികളാണ് ഇന്ന് തീർത്തും രണ്ട് അപരിചിതർ മാത്രമായി മാറിയിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ള വ്യക്തികളുടെ സ്പ്രെഡ് ആണ് ഇത് ശരിക്കും. ഇതിൽ ഒരാൾ വളരെയധികം പെയിൻ അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ആ ഒരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ മറ്റേ ആള്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയതിനു ശേഷം അവർ ചെന്ന സ്ഥലത്ത് കുറച്ച് നല്ല അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവര് നിങ്ങളുടെ കാര്യത്തിൽ അത്ര വലിയ ഇതൊന്നും കാണിച്ചിട്ടില്ല. അവർ കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അവിടെ ഇമോഷൻസ് ഒക്കെ അടക്കി പിടിച്ച് അവർ അവിടെ തന്നെ ഇരിക്കുന്നു. ആ ഒരു ചെന്നെത്തി സിറ്റുവേഷനിൽ ഇരിക്കുന്നു എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോ അവർ വരാൻ വേണ്ടിയിട്ട് അവരോട് ചിലപ്പോ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ ബെഗ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടാകാം എന്താണ് അവരുടെ അവസ്ഥ എന്നൊക്കെ. പലതും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാകാം ഇതിന്റെ ഒരു ബ്രേക്കപ്പിന്റെ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയ ആദ്യ സമയങ്ങളിലൊക്കെ. പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളാണെങ്കിൽ അവിടെ ഒന്ന് ഈ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, നമുക്കിവിടെ 8 ഓഫ് സോഴ്സിന്റെ എനർജി അതാണ് കാണിച്ചിരുന്നത്. നിങ്ങളിവിടെ സ്റ്റക്കായി പോയി. ആ ഒരു വ്യക്തി പോയ ആ ഒരു എവിടെയാണോ നിങ്ങളെ ആ ഒരു വ്യക്തി വിട്ടിട്ട് പോയത് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കുവാണ്. അപ്പൊ 8 ഓഫ് സോഴ്സിന്റെ എനർജി നമുക്ക് അത് തന്നെയാണ് വീണ്ടും വീണ്ടും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എനർജീസ് ആണ് നമുക്ക് വരുന്നത്. അവർ മേ ബി ഒരു ഫാമിലിയുടെ കൂടെ പോയതായിരിക്കാം. അവരുടെ എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജീസിൽ കൂടുതലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഒരു 90% വ്യക്തികളും മാരീഡ് ആയിട്ടുള്ളവരായിരിക്കാം, കുട്ടികളും ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ ഒരു സന്തോഷമൊക്കെ നോക്കിയാണ് അവരങ്ങോട്ട് പോയിട്ടുള്ളത്. പക്ഷെ നിങ്ങളിവിടെ ശരിക്കും പറഞ്ഞ ഒരു തീ തിന്നുന്ന അവസ്ഥയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയി, നിങ്ങളിപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി ഇപ്പോൾ നിങ്ങളൊരു സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട്, ഇനി ഇതിൽ പിടിച്ച് തോന്നിക്കൂട്ടുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് എന്തോ ചെയ്തു തീർക്കാനുണ്ട്, എന്തോ നിങ്ങൾ മനസ്സുകൊണ്ട് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊരു കാമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും ഒരു ഫീലിങ്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമന്റ് വഴി ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാനൊന്ന് പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേരേണ്ട ഒരു വഴിയിൽ എത്തിച്ചേരണം. ലാസ്റ്റിൽ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി അങ്ങനെയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു പാത്തിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു വഴിയിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവരെത്തിയിട്ടില്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും അവരുടെ മുന്നിൽ ഒത്തിരി ചോയ്സസ് ഉണ്ട് എന്നാണ് കാണുന്നത്. അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു കറക്റ്റ് ടൈം ആയിട്ടില്ല. അവർക്ക് അതിനുള്ള ഒരു ബുദ്ധി ഉദിച്ചിട്ടില്ല. ഇപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ തന്നെയാണ്. സുഖങ്ങളും സൗകര്യങ്ങളും അങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു പേരായിരിക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കി പോയിരിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവര് അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഇപ്പോഴും അതിൽ നിന്ന് വിട്ടുപോരാനായിട്ട് പറ്റിയിട്ടില്ല. അവര് ആ ഒരു എനർജിയിൽ തന്നെ നിൽക്കുകയാണ്. കൺഫ്യൂസ്ഡ് ആണ് അവരിപ്പോഴും. നിങ്ങളുടെ ആ ഒരു വഴിയിലേക്ക് നടന്ന് കയറിയിട്ടില്ല. സമയമുണ്ട്, സമയം ഡിലേ ആകും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് നമുക്ക് മാസ്റ്റർ കാർഡ് കാണാനായിട്ട് പറ്റുന്നത്. വെയിറ്റിംഗ് എനർജി തന്നെയാണ് ഇവിടെ. നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ദൈവത്തിന്റെ വിധി ഉണ്ടാകുമെന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഒരുമിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് യൂണിവേഴ്സാണ്. നിങ്ങളുടെ കർമാസ് എപ്പോൾ ക്ലിയർ ആകും അപ്പോഴേ നിങ്ങൾക്ക് ഒന്നു ചേരാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴാണ് ആ ഒരു ദൈവവിധി പൂർത്തിയാവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പഠിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ വന്നിട്ടുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. നമ്പർ 52 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ 2 വന്നിട്ടുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. ഏപ്രിൽ മന്ത് 1980,
മെസ്സി ഹെയർ സ്റ്റൈൽ, മെസ്സിയായിട്ട് ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ലെറ്റർ എസ്. ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. എബ്രോഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എബ്രോഡ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്പർ 22 നമുക്ക് കിട്ടുന്നുണ്ട്. 1994 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. റീഡിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നു. ജൂൺ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. ലെറ്റർ ഐ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാം. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നു. അതുപോലെ റോസ് കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളർ റോസ് കളർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 22 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 6 കിട്ടുന്നു. 7 ഡേയ്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1981 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 13 നമുക്ക് കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. 2023 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സിന് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ലെറ്റർ ആർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 31 ആണ് ലാസ്റ്റ്. 31 ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.